ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സിവിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരിക്കും. നമുക്കറിയാം ജനുവരിയിൽ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ടൗൺ പ്ലാനിംഗ് സർവേ ഗ്രേഡ് 2 എക്സാം LSD ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം വരാനിരിക്കുകയാണ്. അപ്പോൾ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റുള്ള ദിവസങ്ങളിൽ സബ്ജക്റ്റ് വൈസും ടോപ്പിക് വൈസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 2023 നടന്ന ഒരു എക്സാമിൻ്റെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഒരു 12 കാറ്റഗറി നമ്പറുള്ള വരും വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പം ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എക്സാംസിന് മുന്നേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് പോയാൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. First question, the curvature of Earth surface is taken into account only if the extent of survey is more than. നമ്മൾ എപ്പോഴാണ് എർത്ത് സർഫസ് കർവേച്ചർ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ സർവേയിലൊക്കെ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 260 സ്ക്വയർ കിലോമീറ്റർ. അതായത് 260 250 ഒക്കെ വരാറുണ്ട്. കിലോമീറ്റർ സ്ക്വയറിനേക്കാളും വാല്യൂ കൂടുതലുള്ള ആണ് നമ്മൾ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഫോളോ ടു പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്. സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് കാരണം ഉണ്ടാകുന്ന എററിനെ പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ക്യുമുലേറ്റീവ് പോസിറ്റീവ്. എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഹാസ് ആംഗിൾസ് നോട്ട് ലെസ് ദാൻ ആറ്റ് മോർ ദാൻ റെസ്പെക്റ്റീവ്ലി. ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. കറക്റ്റ് വരുന്നത് നോട്ട് ലെസ് ദാൻ 30 ഡിഗ്രി ആൻഡ് നോട്ട് മോർ ദാൻ 120 ഡിഗ്രി. 30 ആൻഡ് 120 ഡിഗ്രിയാണ്, ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ സർവേയുടെ ടോപ്പിക്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇതാണ്. നമുക്ക് ചെയിൻ സർവേൻ്റെ ആയാലും തിയോറി സർവേൻ്റെ എല്ലാ സർവേയും നമ്മൾ ഓരോരോ ടോപ്പിക് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരാണ് വീഡിയോ കാണാൻ ശ്രമിക്കുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30 മീറ്റർ ചെയിൻ. 30 മീറ്റർ ചെയിനിലുള്ള ലിങ്ക് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 150. If magnetic bearing of sun at noon at a place in southern hemisphere is 150 degree, then magnetic declination at that place is. നമ്മളിത് ചെയ്തിട്ടുണ്ട് തിയോറിറ്റിൻ്റെയൊക്കെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 150 ഡിഗ്രിയാണ്. നമ്മൾ 180 ഡിഗ്രിക്ക് അടുത്താണ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൗത്തിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് സൗത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരും. നോർത്തിനും ഈസ്റ്റിനും ഇടയിലായിരിക്കും ഈ 150 ഡിഗ്രി വരുന്നത്. താഴെ അതായത് സൗത്തിൽ നിന്ന് എടുക്കുമ്പോഴാണ് 150 ഡിഗ്രി വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ. അപ്പോൾ അത് നോർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ 150 നമ്മൾ ബാലൻസ് 180 30 ആണ്. അപ്പോൾ 30 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏത് സൈഡെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് സൈഡിലാണ്. അപ്പം 30 ഡിഗ്രി ഈസ്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 30 ഡിഗ്രി ഈസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ആൻ ഓഡ് ഇൻസ്ട്രുമെൻറ്റ് വിത്ത് റിഗാർഡ്സ് ടു ലെവലിങ്ങിന് ബേസ് ചെയ്തിട്ടുള്ള ഇതിൽ വരുന്ന ഓഡായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്ലാനിമീറ്റർ ആണ്. ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ റെക്കഗ്നൈസൻസ് ഓഫ് ഏരിയ. നമ്മൾ റെക്കഗ്നൈസൻസ് നമ്മൾ ഫസ്റ്റ് ഒരു ഫീൽഡ് ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതാണ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. ഒന്ന് വിസിറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ റെക്കഗ്നൈസൻസിൽ ആ ഒരു പ്രോസസ്സിൽ ഏത് ലെവലിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യണത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫ്ലൈ ലെവലിംഗ് ആണ്. A series of closely spaced contour lines represents a. Answer option B steep slope. The theodolite is an instrument used for measuring very accurately. Answer option C horizontal and vertical angles. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഒത്തിരി പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യമൊന്നും പറയാത്തത്. In any closed traverse, if the survey work is correct, then അതായത് ക്ലോസ് ട്രാവേഴ്സിൽ സർവേ വർക്ക് കറക്റ്റ് ആവണമെങ്കിൽ കുറച്ച് ചെക്കുകളുണ്ട്. അപ്പോൾ എന്താണ് ചെക്ക് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഷുഡ് ബി ഈക്വൽ ടു 0, ആൾജിബ്രിക് സം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0, സം ഓഫ് നോർത്തിങ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് സൗത്തിങ്സ്. 2 തിയറൽ മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് എ കർവ് ഇൻവോൾവ്സ്. 2 തിയറൽ മെത്തേഡ് ഉണ്ട്. നമ്മൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗുലർ മെഷർമെൻറ്റ്സ് മാത്രം മതി, ലീനിയർ മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ എ. A curve of deleted question ആണത്.
Volume of earthwork computed by the Prismodal formula as compared to that by the trapezoidal formula. നമ്മൾ എർത്ത് വർക്കിൻ്റെ വോളിയം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ട്രപ്പിസോയിഡൽ ഫോർമുല അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ പ്രിസ്മോയ്ഡൽ ഫോർമുലയിൽ കിട്ടുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലാർജ്. Mean sea level at any place is the average datum of hourly tide height observed over a period of nearly. അതായത് മീൻ സീ ലെവൽ എന്ന് പറയുമ്പോൾ എത്ര ഒരു ആവറേജ് ഡേറ്റം ഓഫ് ഹവർലി ടൈഡ് ഹൈറ്റ് ഒബ്സർവ് ഓവർ എ പീരീഡ് ഓഫ് നിയർലി, അതായത് എത്ര വർഷം കൊണ്ട് എത്ര വർഷത്തെ ഡേറ്റാസ് കളക്ട് ചെയ്താണ് ഈ മീൻ സീ ലെവലിൻ്റെയൊക്കെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ അതിൽ ഈ എത്രയാണ് ആ ഒരു പീരീഡ് എത്ര പീരീഡ് വെച്ചിട്ടുള്ളതാണ് നോക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20 years ആണ്. 19 ഇയേഴ്സും പറയുന്നുണ്ട്. അപ്പം ചില ക്വസ്റ്റ്യൻസിലൊക്കെ 19 years ഒക്കെ ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആൻസർ 19 years ആണ് വരുന്നത്. 20 years ഇല്ലാത്തതിലൊക്കെ 90 years ആണ് വരുന്നത്. In theodolite traversing, for the calculation of independent rectangular coordinates from the field observation, some of the computations are indicated below. നമ്മൾ തിയോഡോളൈറ്റ് ട്രാവേഴ്സിൽ ഫീൽഡ് ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഡിപെൻഡൻറ്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള എന്തൊക്കെ ഡീറ്റെയിൽസാണ് ആവശ്യമുള്ളത് അത് കുറച്ച് താഴെ കൊടുത്തിട്ടുണ്ട് 1 to 4 ആയിട്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സീക്വൻസ് കറക്റ്റ് ഓർഡർ എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 4 2 3 ആണ്. അതായത് ആദ്യം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓഫ് ഈച്ച് ട്രാവേഴ്സ് ലെങ്, അതായത് ഓരോ ട്രാവേഴ്സ് ലെങ്ങിൻ്റെയും റെഡ്യൂസ്ഡ് ബിയറിംഗ് കമ്പ്യൂട്ട് ചെയ്യുക, പിന്നെ കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ക്ലോസിംഗ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ബാലൻസിങ് ഓഫ് കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. ഇതാണ് പ്രോസസ്സ് 1 4 2 3. ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫീൽഡ് ഒബ്സർവേഷൻസിൽ നിന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് മോഡേൺ GPS ടെക്നോളജി? താഴെ കുറച്ച് ടെക്നോളജീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മോഡേൺ GPS ടെക്നോളജി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കൈനമാറ്റിക് പൊസിഷനിങ് ടെക്നിക്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് EDM, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് മൈക്രോപ്രൊസസ്സർ? സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ടോട്ടൽ സ്റ്റേഷൻ. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ? ടോട്ടൽ സ്റ്റേഷൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോസ്റ്റ്ലി. ടോട്ടൽ സ്റ്റേഷൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ കോസ്റ്റ്ലിയാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് കോസ്റ്റ്ലിയാണ്. ദ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഈസ്, ഒരുപാട് പ്രാവശ്യം ഒത്തിരി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഫോർ സ്റ്റീൽ വർക്ക് ഇൻ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ദാറ്റ് ഈസ് ഇൻ RS ജോയിസ്റ്റ്, ഫ്ലാറ്റ്സ്, ടീസ്, ആംഗിൾസ് ആൻഡ് ചാനൽസ് ഈസ്. സ്റ്റീൽ വർക്ക്സിൻ്റെ യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്വിൻ്റൽസ്. ദ യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഫോർ AC ഷീറ്റ് റൂഫിംഗ്, AC ഷീറ്റ് റൂഫിങ്ങിൻ്റെ യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്ക്വയർ മീറ്റർ. അതായത് നമ്മളിപ്പം എസ്റ്റിമേഷൻ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഈ പേയ്മെൻറ്റ് യൂണിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഒക്കെ വരുന്ന ഒരു വീഡിയോ ചെയ്യാം, ഉടനെ തന്നെ ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്. The loss of value of a property by its becoming out of date in style, in design, in structure, extra is called. അതായത് നമ്മൾ പഴയ ഫാഷൻ, അതായത് ഔട്ട് ഓഫ് സ്റ്റൈൽ, അതായത് പഴയ മോഡലായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂൻ്റെ ആ ഒരു ലോസ് ഓഫ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി, അതാണ് എന്താണെന്ന് ചോദിക്കുന്നത്. ആൻസർ ആയത് ഓപ്ഷൻ ഡി ഒബ്സൊലൻസ്. The value of property building after its working tenure without being dismantled is known as. അതായത് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആണ്. ആൻസർ ഓപ്ഷൻ സി സാൽവേജ് വാല്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ്റെ 3 മെത്തേഡ് ഉണ്ടെന്നറിയാം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ ഇതിൽ ഓടായിട്ട് കിടക്കുന്ന ഇയേഴ്സ് പർച്ചേസ് മെത്തേഡ് അത് അല്ല, ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് അല്ല. ആൻസർ ഓപ്ഷൻ ബി. ജനറലി വൈൽ സ്പെസിഫൈയിങ് ഫോർ എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ട്രെഞ്ചസ്, ഡ്രെയിൻസ് എക്സെട്ര, ലെഡ് ഈസ് സ്പെസിഫൈഡ് ആസ്. നമ്മൾ ഫൗണ്ടേഷൻ ട്രെഞ്ചസിൻ്റെയും ഡ്രെയിൻസിൻ്റെയൊക്കെ എർത്ത് വർക്ക് സ്പെസിഫൈ ചെയ്യുമ്പോൾ ലെഡിൻ്റെ വാല്യൂ. ആൻസർ ഓപ്ഷൻ സി 15 meter, 15 meter. The annual periodic payments for repayment of the capital amount invested by a party is known as. Annual periodic payment എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ annuity. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Ordinary Portland cement gains about 40% of its final strength in 3 days and 70% of its strength in 28 days. സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഇനിഷ്യൽ setting of Portland cement is almost entirely due to tricalcium silicate. നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്.
മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാനാണ്. നമ്മൾ ബ്രിക്ക് എർത്തിൻ്റെ കണ്ടൻറ്റ് അതിലുള്ള കണ്ടൻസിൻ്റെ പെർസെൻറ്റേജ് ഒക്കെയാണ്. അപ്പോൾ സിലിക്കൺ നമുക്കറിയാം, സിലിക്ക 50 to 60%, അലുമിനിയം 20 to 30%, ലൈം എന്ന് പറയുന്നത് ലൈം 2 to 5%, മഗ്നീഷ്യ ലെസ് ദാൻ 1% ആണ് വരുന്നത് കണ്ടൻറ്റ് കോമ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് കറക്റ്റ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വിക്ക്ലൈം ഈസ് ഓൾസോ കോൾഡ് ക്വിക്ക്ലൈമിൻ്റെ മറ്റൊരു പേര് ആൻസർ ഓപ്ഷൻ ഡി കോസ്റ്റിക് ലൈം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷനിങ് കോൺക്രീറ്റ് മിക്സ്? കോൺക്രീറ്റ് മിക്സസ് പ്രൊപ്പോർഷനിലെ മെത്തേഡ് അല്ലാത്തതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി VB കൺസിസ്റ്റോമീറ്റർ ആണ്. VB കൺസിസ്റ്റോമീറ്റർ മെത്തേഡ് അല്ല, നമുക്ക് അത് വേറൊരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് VB കൺസിസ്റ്റോമീറ്റർ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെ കൊടുക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻറ്റിക് ഹാസ് C3A കണ്ടന്റ് ബിലോ 5%. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ C3Sൻ്റെയും C2Sൻ്റെയും കണ്ടന്റ് എങ്ങനെയൊക്കെയാണ് ഓരോ സിമെൻറ്റിൽ വേരി ചെയ്യുന്നത്. നമ്മൾ സിമെൻറ്റിൻ്റെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ സിമെൻറ്റിൻ്റെ ടോപ്പിക്ക് അവൈലബിൾ ആയിരിക്കും വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. The larger the maximum size of aggregate and coarser the grading, the amount of water required for a given workability is. അതായത് അഗ്രിഗേറ്റിൻ്റെ സൈസ് വലുതായിരിക്കും, അതുപോലെ തന്നെ ഗ്രേഡിങ് കോഴ്സറും ആയിരിക്കുകയും ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും, ഒരു നല്ലൊരു കറക്റ്റ് വർക്കബിലിറ്റിക്ക് പറ്റുള്ള ഒരു വാട്ടറിൻ്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ഡിക്രീസ്ഡ്. ക്രഷിംഗ് ഓഫ് ഫൈബേഴ്സ് റണ്ണിങ് ട്രാൻസ്വേഴ്സ്ലി ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ ഡ്യൂ ടു സ്ട്രോങ് വിൻഡ്സ് ഈസ് ആണ്. സ്ട്രോങ് വിൻഡിൻ്റെ സമയത്ത് ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ട് ഫൈബേഴ്സ് ക്രഷ് ചെയ്യുന്ന ആ ഒരു എന്താണ് പറയുന്നത്? ആ ഒരു ഡിഫക്റ്റാണിത്. എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ ഒരുപാട് ടിമ്പറിൻ്റെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫക്ട്സ് എന്ന പോർഷനിൽ മാത്രം തന്നെ സെപ്പറേറ്റ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അപ്സെറ്റ്സ് ആണ്. അപ്പം കാണാത്തവരാണ് വീഡിയോ ഇത് കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡിഫക്ട്സും എല്ലാം അതിൽ പറയുന്നുണ്ട്. As per IS 14315 1995, maximum thickness of commercial veneers shall be. Commercial veneersൻ്റെ maximum thickness എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി 6 mm. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഫെറസ് മെറ്റൽസും അതിൻ്റെ ഓർസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് മാച്ച് ചെയ്യാനാണ്. നമുക്കൊരു അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ആണെന്നറിയാം. അതുപോലെ കോപ്പറിൻ്റെത് പൈറൈറ്റ് അതാണ് വരുന്നത്. സിങ്കിൻ്റെത് വരുന്നത് ബ്ലാക്ക് ജാക്കാണ് സിങ്കിൻ്റെ വരുന്നത്. ലെഡിൻ്റെ വരുന്നത് ഗലേന, ടിന്നിൻ്റെ വരുന്നത് കാസ്ട്രേറ്റ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. മെത്തേഡ് ഓഫ് ടെർമിനേറ്റിംഗ് എ വാൾ വിത്ത് ഓൾട്ടർനേറ്റ് കോഴ്സസ് പ്രൊജക്റ്റിംഗ് ഈസ് നോൺ ആസ്. അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസിൽ വാൾ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ വർക്ക് കഴിയുമ്പോൾ അവർ ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് വരെ പോകുന്ന അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സസ് അങ്ങനെ ഒരു വാൾ ടെർമിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് എന്താണ് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടൂത്തിങ് എന്നാണ്. പീസ് ഓഫ് ടിമ്പർ ഇൻ ഡോർ ഓർ വിൻഡോ ഫിക്സഡ് ഇൻ ആൻ ഇംഗ്ലണ്ട് പൊസിഷൻ വിത്തിൻ എ ഫ്രെയിം ഈസ് നോൺ ആസ്. അതായത് ഫ്രെയിമിൽ ഇംഗ്ലണ്ട് പൊസിഷനിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു പീസിന് എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ലോവർ. ദ എൻഡ് ബിയറിംഗ് ഫോർ ലിൻഡൽ ഷുഡ് ബി ഗ്രെയ്റ്റർ ദാൻ. എൻഡ് ബിയറിംഗിൻ്റെ വാല്യൂ ആണ്. എൻഡ് ബിയറിംഗിൻ്റെ വാല്യൂ 100 mm ആയിരിക്കും. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ലിൻഡലായിരിക്കും. ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വാൾ അല്ല, അത് 1/12 ഓഫ് ദ സ്പാൻ. അപ്പോൾ ഇത് മൂന്നുമാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓൺലി 1, 2 and 4. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ദ ടേംസ് വിത്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ കുറച്ച് റൂഫിംഗ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് റൂഫിൽ പോർഷനിൽ വരുന്ന കുറച്ച് ടേംസ് ഒക്കെയാണ് പറഞ്ഞത്. ബാറ്റൻസ്, പർലിൻസ്, ഹിപ്പ് റാഫ്റ്റ്, വാലി റാഫ്റ്റ്, ജാക്ക് റാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണെന്നാണ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ബാറ്റൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് റൂഫ് കവറിങ് മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ബാറ്റൺ എന്ന് പറയുന്നത്. പർലിൻ എന്ന് പറയുന്നത് നമ്മൾ മെമ്പർ supported by truss or wall and are used to support the common rafter. കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പർലിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത് റാഫ്റ്റേഴ്സ് വിച്ച് റൺ ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദ കോർണർ ഓഫ് ദ വാൾ. റിഡ്ജിൽ നിന്നും കോർണറിലോട്ട് ഡയഗണലി റൺ ചെയ്യുന്ന ഒരു റാഫ്റ്ററാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത്. വാലി റാഫ്റ്റർ എന്ന് പറയുന്നത് ഡയഗണലി ഫ്രം റിഡ്ജ് ടു ദ ഈവ്സ്. ഈ റിഡ്ജിൽ നിന്നും ഈവ്സിലോട്ട് പോകുന്നതാണ് വാലി റാഫ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത് റാഫ്റ്റർ വിച്ച് റൺ ഫ്രം ഹിപ്പ് ടു ദ വാലി. ഹിപ്പിൽ നിന്നും വാലിയിലോട്ട് പോകുന്ന റാഫ്റ്ററാണ് ജാക്ക് റാഫ്റ്റർ എന്ന് പറയുന്നത്.
Next question. As per IS 456/2000, the minimum period before striking formwork for soffit formwork to the beams. ബീംസിന് വരുന്ന മിനിമം സ്ട്രൈക്കിംഗ് ഫോം വർക്കിൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7 days ആണ്. ലിസ്റ്റ് ദ മെത്തേഡ്സ് ഓഫ് പോസ്റ്റ് ടെൻഷനിങ് ഇൻ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ്. പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിലെ പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡ്സ് ആണ് ഇത് കുറച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ്, ഏതൊക്കെയാണ് പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. കൊടുത്തിരിക്കുന്ന എല്ലാ മെത്തേഡ്സും പോസ്റ്റ് ടെൻഷനിങ് മെത്തേഡാണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൻ്റെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡീപ്പ് ഫൗണ്ടേഷൻ. താഴെ കുറച്ച് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീപ്പ് ഫൗണ്ടേഷൻ ഏതാണ്, ഡീപ്പ് ഫൗണ്ടേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൺലി 3 and 4 ആണ്. അതായത് പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനാണ് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്നത്. സ്ട്രാപ്പ് ഫുട്ടിങ്, മാറ്റ് ഫൗണ്ടേഷനൊക്കെ ഷാലോ ഫൗണ്ടേഷനിൽ വരുന്ന ഫുട്ടിങ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ്സ്. താഴെ കുറച്ച് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗുഡ്സ് സ്റ്റെയർ കേസിന് അല്ലാത്ത എന്താണ് റിക്വയർമെൻറ്റ് അല്ലാത്ത ഗുഡ് സ്റ്റെയർ കേസിന് ആവശ്യമല്ലാത്തൊരു കാര്യം എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിൻഡോസ് ഷുഡ് നോട്ട് ബി അവോയ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ ആണ്. ബാക്കിയൊക്കെ വായിച്ചൊക്കെ നമുക്കറിയാം, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വിഡ്ത്ത് ഓഫ് ലാൻഡിങ് എങ്ങനെയായിരിക്കും, സ്റ്റെയറിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും, മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം എത്രയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഷോറിങ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പെർമനൻറ്റ് സ്ട്രക്ചർ ടു സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ. അത് തെറ്റാണ്. നമ്മൾ ഷോറിങ് എന്ന് പറയുന്നത് ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി സ്ട്രക്ചറാണ് ഷോറിങ് എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. ദ മെത്തേഡ് ഓഫ് അണ്ടർപിന്നിങ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ഫൗണ്ടേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഓർ എനി അതർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അണ്ടർപിന്നിങ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫൗണ്ടേഷനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആണ് അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ് വരുന്നത്. അപ്പം ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി ബാലൻസ് ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസ് ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ഒരുപാട് ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ടിമ്പറിൻ്റെ പോർഷൻ ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക, സർവേയുടെ ആണെങ്കിലും ചെക്ക് ചെയ്യുക, വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.